ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകും ഇട്ട് കൊടുക്കാം. ഇനി ആ കടുക് പൊട്ടിയതിന് ശേഷം അതിലത്ത് നമ്മൾ കുറച്ച് ക്യാരറ്റും ഉള്ളിയും മുറിച്ചിട്ടിട്ടുണ്ടായിന്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടവെക്കാം. ഉപ്പ് ഇട്ടിട്ട് കുറച്ചൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടവെക്കാം. ഇത് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 8-9 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഒന്നും അങ്ങനെ വാടണമെന്നില്ല. അതിലേക്ക് മാഗി വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലത്തെ ഞാൻ ആഡ് ചെയ്ത് കുറച്ച് ചോളം കൂടിയിട്ട് അടുത്തിട്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചോളത്തിന് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, വേണം നിർബന്ധമൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോളം ഇട്ടാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത്ര തന്നെ. ഇനി അതിലേക്ക് ഈപ്പീൻ്റെ മാഗിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഏകദേശം ഒരു 4 മാഗി ആക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം പതുക്കുന്ന വരെ നിൽക്കാം. പതിച്ചിട്ടാകുമ്പോൾ മാഗി അതിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പതിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ 4 മാഗി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് മാഗി വെന്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് വെള്ളം പോലെ വേണമെങ്കിൽ മാഗി വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനി അഥവാ വെള്ളം ഇല്ലാണ്ട് വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. അഥവാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇതാക്കാം.